വടകരയിലെ അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ആർ.എം.പി. നേതാവ് കെ.എസ്. ഹരിഹരൻ. UDF ആർ.എം.പി. ജനകീയ ക്യാമ്പയിനിലായിരുന്നു വിവാദ പരാമർശം. വി. ഡി. സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവർ പങ്കെടുത്ത പരിപാടിയിലാണ് സ്ത്രീവിരുദ്ധ പരാമർശം. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും. അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെല്ലാം ഉണ്ടാക്കും. അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ പി മോഹൻ്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? പി മോഹൻ്റെയും ലതികയുടെ മകൻ നികിദാസ് ജൂലിയാസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവനാണല്ലോ PV അൻവർ MLA പ്രധാനപ്പെട്ട ആൾ. അവനാണല്ലോ ഈ ഇന്ദു മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന BJP-യുടെ ഗവർണറുടെ നേരെ കാർ ഓടിച്ചു കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ സൈബർ ലോകത്ത് വന്നാണല്ലോ. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ഉണ്ട്. സലാം, വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഈ ശൈലജ ടീച്ചർ, LDF സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചർക്കെതിരെ കാസർപ്രയോഗം നടത്തി എന്ന ഒരു LDF ആരോപണം തെറ്റാണെന്ന് കാണിച്ച്, അല്ലെങ്കിൽ അത് LDF വ്യാജ ആരോപണമാണെന്ന് കാണിച്ച് UDF സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഇന്ന് ഈ രീതിയിലുള്ള ആർ.എം.പി. നേതാവ് കെ.എസ്. ഹരിഹരന്റെ പരാമർശം ഉണ്ടായത്. UDF പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അടക്കമുള്ള ഷാഫി പറമ്പിൽ MLA അടക്കമുള്ള നേതാക്കൾ ഇരിക്കുകയായിരുന്നു. നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ആർ.എം.പി. നേതാവ് കെ.എസ്. ഹരിഹരന്റെ ഈ പരാമർശം ഉണ്ടായത്. ഈ അശ്ലീല വീഡിയോ പരാമർശം നേരത്തെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിവാദമായിരുന്നു. അതിനിടെ പരാമർശിക്കുകയായിരുന്നു, മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ആണെങ്കിൽ മനസ്സിലാക്കാം, കെ ശൈലജയുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്ന രീതിയിലുള്ള കെ.എസ്. ഹരിഹരന്റെ പരാമർശം ഉണ്ടായത്. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നു. അതിന് പിന്നാലെ കെ.എസ്. ഹരിഹരൻ ഇത് തെറ്റായ നടപടിയാണ് തന്റെ ഉണ്ടായത്, ഇതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഏതായാലും ഈ പരാമർശം ഈ ജനകീയ ക്യാമ്പയിൻ എന്ന പേരിൽ CPM വർഗീയതക്കെതിരെ നാടൊരുമിക്കണം എന്ന ഒരു പ്രമേയത്തിൽ UDF ആർ.എം.പി. സംഘടിപ്പിച്ച ഒരു യോഗത്തിലായിരുന്നു, വടകരയിൽ സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു ഈ പരാമർശം ഉണ്ടായത്. സലാം, അതോടൊപ്പം തന്നെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? നിലവിൽ ഇതുവരെ CPM നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ പരിപാടി അല്പസമയം മുമ്പാണ് സമാപിച്ചത്. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ പ്രസംഗം ഈ രീതിയിൽ തെറ്റായ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അതിന് പിന്നാലെ CPM നേതാക്കളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത്. വിവാദമായതിനു പിന്നാലെ കെ.എസ്. ഹരിഹരൻ ഇപ്പോൾ അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.